ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കേണ്ടത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ വിവിധ മാർഗങ്ങൾ തേടുന്നവരാണ് ഇന്ന് മനുഷ്യരെല്ലാവരും. ഈ ലോകത്തിൻ്റെ അന്തരീക്ഷത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ഈ അന്തരീക്ഷത്തിൽ ഓടി നടക്കുന്ന ദൈവിക സാന്നിധ്യം എങ്ങനെയാണ് നാം വലിച്ചെടുക്കുന്നത്? എങ്ങനെയാണ് സ്വയത്തമാക്കുന്നത്? നമ്മുടെയൊക്കെ വിചാരമുണ്ട്, ഏതെങ്കിലും ഒരു ആത്മീയ കൂട്ടത്തിൽ ആയിരക്കണക്കിന് ആളുകൾ അല്ലെങ്കിൽ നൂറുകണക്കിന് ആളുകൾ കൂടുന്ന ആത്മീയ കൂട്ടത്തിൽ ചെന്നിരുന്നാൽ ഞാൻ ദൈവിക സാന്നിധ്യം അനുഭവിക്കുമെന്നൊരു ചിന്താഗതി കുറേ കാലങ്ങളായി നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇന്ന് പലരും പ്രസംഗിക്കുന്നതും അത് തന്നെയാണ്. നാളെ ഒരു മീറ്റിംഗ് ഉണ്ട്, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞൊരു മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിങ്ങിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നിനക്ക് വലിയ ദൈവിക സാന്നിധ്യം അനുഭവിക്കപ്പെടുമെന്ന് പലരും പറയുന്നത് കേട്ട് അവിടെ പോയി ഇരുന്ന് എന്തൊക്കെയോ കാണുന്നു, എന്തൊക്കെയോ കേൾക്കുന്നു. കുറച്ചു കഴിയുമ്പോൾ സമയം കഴിഞ്ഞ് തിരിച്ചു വരുന്നു. അല്ലാതെ എന്ത് ദൈവിക സാന്നിധ്യമാണ് നീ അനുഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ എന്തെങ്കിലും പാട്ടും എന്തെങ്കിലും ഒച്ചയും ബഹളം കൊണ്ട് എന്തൊക്കെയോ സാധാരണ ഒരു അനുഭവം ഉണ്ടായി എന്നല്ലാതെ യഥാർത്ഥമായ ഒരു അനുഭവം നിനക്കുണ്ടായിട്ടില്ല. യഥാർത്ഥ അനുഭവം ഉണ്ടാകുന്നത് എവിടെ വെച്ചാണ്? പഴയ നിയമകാലം മുതൽ പുതിയ നിയമകാലം വരെ, അപ്പോസ്തലന്മാരുടെ കാലം മുതൽ പ്രവാചകന്മാരുടെ കാലം വരെ, ഏത് കാലഘട്ടങ്ങളിലും അവർ ദൈവിക സാന്നിധ്യം അനുഭവിച്ചത് എങ്ങനെയാണെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അവർ ദൈവിക സാന്നിധ്യം അനുഭവിച്ച ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ്. ഒരു ദിവസം 24 മണിക്കൂർ നമുക്കുണ്ട്. എന്നാൽ ഈ 24 മണിക്കൂറിൽ നാം ചിന്തിക്കണം, എത്ര മണിക്കൂറാണ് നാം ഒറ്റയ്ക്കിരിക്കുന്നത്? ഏകദേശം ഭൂരിഭാഗം മണിക്കൂറും നാം ഒറ്റയ്ക്കിരിക്കാൻ കഴിയുന്ന അവസരം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. എന്നാൽ ഒരു പൊതു മീറ്റിംഗ് നടക്കുന്നത് ഒരാഴ്ചയിലോ 1 ദിവസമോ 2 ദിവസമോ മാത്രമായിരിക്കാം. എന്നാൽ ഈ 2 ദിവസം കൊണ്ട് ഒരാഴ്ചയിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നത്തിന്റെ നടുവിലും ഒരു പരിഹാരം ലഭിക്കുമെന്നൊരു ചിന്താഗതിയുമായിരിക്കുന്ന വ്യക്തികളാണ് നമ്മുടെ ഇടയിലുള്ളത്. പറയുന്ന കാര്യമുണ്ട്, അടുത്ത മാസം നമുക്കൊരു ഉപവാസ പ്രാർത്ഥനയുണ്ട്. ആ ഉപവാസ പ്രാർത്ഥനയിൽ വന്നാൽ നിനക്ക് വിടുതല. അങ്ങനെ 1 മാസം ഒരു വിടുതലിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളുകൾ എത്രയോ അധമന്മാരാണ് നമ്മുടെ കൂട്ടത്തിലുള്ള ചില വ്യക്തികൾ എന്ന് പറയുന്നത്. ഒരു വിടുതലിന് വേണ്ടി അടുത്ത മാസം നടക്കുന്ന ഉപവാസ പ്രാർത്ഥന വരെ കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ? എന്നാൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ നടക്കുന്ന പ്രത്യേകത കൊണ്ട് എന്തെങ്കിലും അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ലവേ ഇല്ല. പിന്നെ എവിടെയാണ് നമുക്ക് വിടുതൽ, ദൈവിക സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നത്? വിടുതൽ അനുഭവിക്കാൻ കഴിയുന്നത് നാം ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ മാത്രമാണ് ദൈവിക സാന്നിധ്യം നിന്നിൽ കൂടുതൽ എടുക്കപ്പെടുന്നത്. മറിയ ഒറ്റയ്ക്കിരുന്നപ്പോഴാണ് ദൂതൻ അവളുടെ അടുക്കൽ കടന്നു വന്ന്, നിന്റെ മേൽ പരിശുദ്ധാത്മാവ് കടന്നു വരും, നീ പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിക്കും, അത്യുന്നതൻ്റെതായ പ്രഭ നിന്റെ മേലുണ്ടാകുമെന്ന് പറഞ്ഞത് അവൾ ഒറ്റയ്ക്കിരുന്ന് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പെടാ. ദാനിയേൽ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രകൃതം ദാനിയേലുണ്ടായിരുന്നു. സീനായി മലമുകളുടെ മേൽ മോശ കയറി ഒറ്റയ്ക്കിരുന്ന് ദൈവത്തിന്റെ വെളിപ്പാട് പ്രാപിച്ചവനായിരുന്നു. മോശ മരുഭൂമിയിൽ ഒറ്റയ്ക്കിരുന്നപ്പോഴാണ് ദൈവം അവന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. പ്രൈസ് ദി ലോർഡ്. അബ്രഹാം ഒറ്റയ്ക്കിരുന്നപ്പോഴാണ് ദൈവത്തിന്റെ വാഗ്ദത്തം അനുഭവിക്കാനിടയായത്. ഒറ്റയ്ക്കിരുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചത് എന്തെന്നറിയാമോ? ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു കണക്ഷൻ ലഭിക്കും. കാരാഗൃഹത്തിൽ ഒറ്റയ്ക്കിരുന്നപ്പോഴാണ് പൗലോസിനും പത്രോസിനും ദൈവത്തിന്റെ വലിയ വെളിപ്പാട് സംഭവിച്ചത്. കാരാഗൃഹ ലേഖനങ്ങൾ മുഴുവനും എഴുതിയവൻ ഒറ്റയ്ക്കിരുന്നപ്പോഴാണ്. യോന ആരും സഹായമില്ലാത്ത മത്സ്യത്തിന്റെ വായിലിരുന്നപ്പോഴാണ് ദൈവത്തോട് നിലവിളിച്ച് ഇവൻ വിടുതൽ പ്രാപിച്ചത്. അങ്ങനെയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ നീ വിചാരിക്കേണ്ട, ഒരു കൂട്ടത്തിലോ ഏതെങ്കിലും ഒരു മെഗാ മീറ്റിങ്ങിലോ പോയി നീ വിടുതൽ പ്രാപിക്കുമെന്നൊരു ചിന്താഗതിയുമായിരിക്കുന്ന ഒരു വ്യക്തിയാണോ? അല്ല, അങ്ങനെ സംഭവിക്കത്തില്ല. അതൊക്കെ നടക്കുന്നത് ഒരു മായാലോകമാ. അതൊക്കെ കണ്ണിൽ പൊടിയിടുന്ന പരിപാടിയാ. നിനക്ക് വിടുതൽ വേണമെങ്കിൽ നീ ഒറ്റയ്ക്കിരിക്കണം. ഒറ്റയ്ക്കിരുന്നാൽ മാത്രമേ നിനക്ക് വിടുതൽ സംഭവിക്കത്തുള്ളൂ.
ദൈവത്തിന് ആഗ്രഹം, നീ എങ്ങനെയാണോ ദൈവിക സാന്നിധ്യം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇതുപോലെ തന്നെ നിന്റെ സാന്നിധ്യവും ദൈവം അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ശമൂവേലേ ശമൂവേലേ എന്ന് വിളിച്ചത് ശമൂവേൽ ഒറ്റയ്ക്കിരിക്കുമ്പോഴാ. ഹന്നയുടെ പ്രാർത്ഥന മുഴുവനും കേട്ടത് ഹന്ന ദൈവാലയത്തിൽ ഒറ്റയ്ക്കിരുന്ന് നിലവിളിച്ചപ്പോഴാ. ദൈവത്തിന്റെ പ്രവൃത്തി എപ്പോഴും വരുന്നത് ഒറ്റയ്ക്കിരിക്കുമ്പോഴാ. നീ വിചാരിക്കണ്ട, ആൾക്കൂട്ടത്തിന്റെ നടുവിൽ കണ്ണിൽ പൊടിയിടുന്ന തലത്തിൽ, ആളുകളെ ആകർഷിക്കുന്ന തലത്തിൽ ബാനറുകളും സൗണ്ടുകളും നിർമ്മിച്ച് നിന്നെ മാടി വിളിക്കുമ്പോൾ നിന്നിലുള്ള ദൈവിക സാന്നിധ്യം ഇല്ലാതാക്കുന്ന, നിന്നിലുള്ള ദൈവിക സാന്നിധ്യത്തിൽ മടിവരുത്തുന്ന ഒരു ശക്തിയാണ് അവിടെ ഒളിഞ്ഞിരിക്കുന്നത്. നിനക്ക് ഒറ്റയ്ക്കിരുന്ന് പ്രാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഏത് മീറ്റിങ്ങിലും പോയിക്കോ, കുഴപ്പമില്ല. പക്ഷേ ഒറ്റയ്ക്കിരുന്ന് നിനക്ക് ലഭിക്കാത്തത് ഏതെങ്കിലും മീറ്റിങ്ങിൽ നിന്ന് ലഭിക്കുന്നെന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ അത് മടിപിടിപ്പിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് അകറ്റുന്ന ഒരു പ്രക്രിയയാണ്. ദൈവമക്കളെ, അല്പം നേരമെങ്കിലും ദൈവസന്നിധിയിൽ ഒറ്റയ്ക്കിരുന്ന് നീ പ്രാർത്ഥിക്കണം. യേശുക്രിസ്തുവിന്റെ മലമുകളിലുള്ള ഗിരിപ്രഭാഷണമുണ്ട്. ഈ പ്രസംഗത്തിൽ 6-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, നീ തെരുവുകോണുകളിലോ നീ ആൾക്കൂട്ടങ്ങളുടെ നടുവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതല്ല എനിക്കിഷ്ടം. അത് പരീശന്മാരുടെ പ്രാർത്ഥനയാ. പകരം നീ എവിടെയാ പ്രാർത്ഥിക്കേണ്ടത്? നീ നിന്റെ ഭവനത്തിനകത്ത് ഉള്ളറകളിൽ കതവടച്ച് നീ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് നിനക്ക് പ്രതിഫലം കിട്ടുന്നത്. ദൈവത്തിന്റെ ആഗ്രഹം നിന്നെ ഒറ്റയ്ക്ക് കിട്ടാനാ. ദൈവമക്കളെ, നീ ഒറ്റയ്ക്കിരുന്ന് ദൈവസന്നിധിയിൽ നിന്ന് ചിലത് പ്രാപിക്കാൻ ശ്രമിച്ചു നോക്കിക്കേ. ഈ അന്തരീക്ഷത്തിൽ കിടക്കുന്ന ഒരു ദൈവിക അനുഭവം നീ പ്രാപിക്കാൻ കഴിയും. നാം ഈ കാണുന്ന ഈ അന്തരീക്ഷത്തിൽ ദൈവത്തിന്റെ വലിയ അനുഭവമുണ്ട്. നമ്മളൊക്കെ പറയത്തില്ലേ, വലിയൊരു വ്യാപനമുണ്ട്, ദുർശക്തി ദേശത്തുണ്ടെന്ന് നാം പറയത്തില്ലേ? പക്ഷെ എന്തുകൊണ്ടാണ് നാം പറയാത്തത്? ദൈവത്തിന്റെ ശക്തി ഈ അന്തരീക്ഷത്തിൽ ഉണ്ടെന്ന് നാം പറയാത്തത് എന്താ? ദുർശക്തി ഉണ്ടെന്ന് നാം പറയും, എന്തൊക്കെയോ വ്യാപാരമുണ്ടെന്ന് പറയും. പക്ഷേ ദൈവത്തിന്റെ ശക്തിയുണ്ട് ഈ അന്തരീക്ഷത്തിൽ എന്ന് പറയാൻ പലപ്പോഴും നാം മടിക്കുക. കാരണം എന്തെന്നറിയാമോ? നീ ഒറ്റയ്ക്കിരുന്ന് അനുഭവിക്കാത്തത് കൊണ്ടാ. ജീവിതത്തിൽ ഒറ്റയ്ക്കിരുന്ന് അനുഭവിക്കുന്നതിന്റെ ജീവിതത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും, ഈ അന്തരീക്ഷത്തിൽ ഒരു ശക്തിയുണ്ട്, ഇതാണ് എന്നെ താങ്ങുന്നത്, ഇതാണ് എന്നെ ശക്തീകരിക്കുന്നത്. നാം ജീവിക്കേണ്ടത് ദൈവത്തിന് വേണ്ടിയാ. ഈ അന്തരീക്ഷത്തിൽ നിന്ന് ചിലത് പിടിച്ചു മേടിക്കാൻ നിനക്ക് കഴിയുമെന്നോ? ഈ ദിവസങ്ങളിൽ ഞാൻ ഓർമ്മിപ്പിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ, ഇരുട്ടിനൊരു ശക്തിയുണ്ട്. ഇരുട്ടെല്ലാം ഇരുട്ടാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന ഒരു പ്രകൃതമാണ് നമുക്കുള്ളത്. എന്നാൽ ഇരുട്ടിനൊരു ശക്തിയുണ്ട്. രാത്രി കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ ശരീരത്തെ സുഖപ്പെടുത്തുന്ന ഒരു ശക്തി ഇരുട്ടിൻ്റെ അകത്ത് ദൈവം ഒളിച്ചു വെച്ചിട്ടുണ്ട്. അത് തന്നെയാണ് നമ്മുടെ കയ്യിലോ കാലിലോ മുറിവുണ്ടായാൽ അത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെത്താൻ സുഖപ്പെടുത്തുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഇരുട്ടിൽ ദൈവം ഒളിച്ചു വെച്ചിരിക്കുന്ന, അന്തരീക്ഷത്തിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന ശക്തി മൂലമാണ്. ഇതുപോലെ തന്നെ ദൈവത്തിന്റെ ശക്തി ഈ അന്തരീക്ഷത്തിലുണ്ട്. അത് പിടിച്ചെടുക്കുവാൻ കഴിവുള്ളവരായി തീരണം. അതിന് ഒറ്റയ്ക്കിരിക്കണം. അധികം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങളുടെ സഹോദരൻ ഇവാഞ്ചലിസ്റ്റ് പ്രേംജിത്ത് ജോർജ് നിലമ്പൂർ.